നടക്കടി അങ്ങോട്ട്. എന്താ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് നടക്കാൻ? നടക്കങ്ങോട്ട്. അല്ല, ഇതാരും പുതിയ വനിതാ പോലീസാണ്? അല്ല മാഡം, ഇവളാണ് അഗസ്റ്റിൻ പീറ്ററിന്റെ അമ്മയുടെ മാല മോഷ്ടിച്ച കള്ളി, പെരുങ്കള്ളി. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് പോലീസിന്റെ ഒരു ലുക്ക് ഉണ്ടെന്ന്. എന്താ പേര്? തങ്കം. ആ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരൊക്കെ വെറുതെ പറയണതാ. അതാ മുഖം കണ്ടാൽ തന്നെ അറിയാം. തങ്കം പോലത്തെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ, ഭർത്താവിന് എന്താ പണി? പോക്കറ്റടിയാ? അല്ല, പിന്നെ പാർട്ടിയിലെ പണിയാ. അതന്നെയല്ലേ ഞാൻ ചോദിച്ചത്, പോക്കറ്റടിയാണോ എന്ന്. പോക്കറ്റടി ഒന്നല്ല, വലിയ പ്രമുഖനായിട്ടുള്ള നേതാവാ. നിനക്ക് ഇതല്ലാതെ വേറെന്താ പണി? ഞാൻ ഈ തൊഴിലുറപ്പില്ലേ, തൊഴിലുറപ്പിനും ഉണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് തയ്ക്കും. ഈ തൈരിൽ ചെറുത് വലുത് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടോ? അതല്ല, എനിക്കങ്ങനെ ഫാഷനിലൊന്നും തയ്ക്കാൻ അറിഞ്ഞൂടാ. ബ്ലൗസോ നൈറ്റിയോ ഒക്കെ ആരെങ്കിലും തരുമ്പോ തയ്ക്കും. യൂണിഫോം തയ്ക്കോ? അത് തയ്ക്കും. എന്റെ മോളുടെ യൂണിഫോം ഒക്കെ ഞാനാ തയ്ക്കണേ. അതല്ല ഞാൻ ചോദിച്ചത്, പോലീസ് യൂണിഫോം തയ്ക്കുമെന്ന്. ശോഭേ, പോലീസ് യൂണിഫോം എങ്ങനെയാ തയ്ക്കേണ്ടതെന്ന് ശരിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരി മാഡം. ശരി. ഭർത്താവ് വലിയ രാഷ്ട്രീയക്കാരനാണെന്നൊക്കെയാണ് പറയുന്നത്. ചോദിക്കുന്ന ആ രീതിയിൽ ചോദിച്ചാൽ മതി. വെറുതെ നാളെ ഒരു ഹർത്താൽ ഉണ്ടാക്കി വെക്കരുത്. ശരി, കൊണ്ടുപോകും. സാർ, അവൾ അങ്ങനെ തെറ്റിയുന്ന ഒരാളല്ല അവള്. നമ്മുടെ ആളാകുമ്പോൾ നാളെ അവൾ തെറ്റിയില്ലെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അകത്ത് കയറി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് തെളിപ്പോവും. അതല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പോലീസുകാർ ഒരു തെറ്റ് ചെയ്യാത്തവരും വിളിച്ചു തുടർന്ന് വെച്ചിട്ട് അകത്ത് വെച്ച് തല്ലുമ്പോൾ തെറ്റ് ചെയ്യാത്തവരും തെറ്റിക്കും. അങ്ങനെ അവരൊന്ന് പരിശോധിച്ച് നോക്കട്ടെ.